ഹലോ ഹായ് അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖാണെന്നിരിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ടൗണിലേക്ക് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ബസ് കയറാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ടൗണിൽ പോയപ്പോൾ ഞാൻ കുറച്ച് 2-3 സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. പക്ഷേ ഒരു സ്ഥലത്ത് പോയ വീഡിയോ ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടുള്ളൂ. വീഡിയോ സ്കിപ്പ് ചെയ്തൊക്കെയാണ് കേട്ടോ. ഇത് ഞാൻ പണ്ട് പഠിച്ച സ്കൂളാണ് കേട്ടോ. 1 മുതൽ 4 വരെയുള്ള സ്കൂളാണ്. പക്ഷേ ഇപ്പോൾ അത് മദ്രസ ആക്കാണ് കേട്ടോ. മദ്രസയിലെ ക്ലാസ് കുറച്ച് മദ്രസ ക്ലാസ് ഇപ്പുറത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അത് പൊളിച്ചിട്ട് മദ്രസ ഉണ്ടാക്കുകയാണ്. പള്ളീൻ്റെ സ്ഥലത്ത് തന്നെ കേട്ടോ സ്കൂൾ ഉണ്ടായത്. അതിപ്പുറം വേറെ സ്കൂൾ 4ാം ക്ലാസ് വരെ ഇപ്പുറത്ത് വേറെ എടുത്തു, ഈ സൈഡ് എടുത്തു. പിന്നെ ഈ പഴയ സ്കൂൾ പൊളിച്ചിട്ട് മദ്രസ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഞാൻ ഏട്ടത്തിൻ്റെ മോളൊക്കെ ആയിട്ട് 2 സ്ഥലത്ത് പോയി. പിന്നെ പോയി വന്നതിന് ശേഷം പിന്നെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അനിയത്തി ടൗണിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാണ്. ഫുഡൊക്കെ കഴിച്ചു. ടൗണിൽ പോയപാട് ഫുഡ് കഴിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുമല്ല കേട്ടോ. ഞങ്ങൾ 2-3 സ്ഥലത്ത് പോയി പിന്നെയാണ് ഫുഡ് കഴിച്ചത്. അതിന് ശേഷം ഞങ്ങൾ പോയത് ഈ ഷോപ്പിലേക്കാണ് കേട്ടോ. പിന്നെ നന്ദിലത്ത് ജിമാർട്ട് എന്ന് പറഞ്ഞ ഷോപ്പിലേക്കാണ്. ഞങ്ങൾ തളിപ്പറമ്പിൽ വന്നിട്ടുണ്ട്. കണ്ണൂരും പയ്യന്നൂരുണ്ടോയെന്നറിയില്ല, കണ്ണൂരൊക്കെ ഉണ്ടായിന് ആദ്യം. ഇപ്പോൾ തളിപ്പറമ്പിൽ വന്നിട്ട് അത്രയൊന്നും ആയിട്ടില്ല. അപ്പം അനിയത്തിയും ഭർത്താവും ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരു ഇൻവെർട്ടർ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഷോപ്പിലേക്ക് വരുന്നത്. ഷോപ്പിൽ കയറിയപ്പോൾ ഒരു വീട്ടിലേക്ക് വേണ്ട A to Z കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ പുതുതായിട്ട് വീടെടുത്ത് കുടിയിൽ കൂടുന്നവരും പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള നമുക്ക് എന്തെങ്കിലും സാധനം വേണമെന്നില്ലവർ, ഇലക്ട്രിക്കിൻ്റെ സാധനം വേണമെന്നില്ലവരൊക്കെ ഇവിടെ ഒന്ന് ജസ്റ്റ് വന്ന് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിവിടെ നിന്ന് മിക്സിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മിക്സി കുറേ വർഷമായി, ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഉമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇവിടെ നിന്നൊരു മിക്സി എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു ഇപ്പോൾ എടുക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പം നമുക്ക് തൽക്കാലം ഈ മിക്സിയിലൊന്ന് ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അവിടെ നോക്കിയത് അവിടെ സ്റ്റോപ്പായി. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് ഓരോ സാധനം കാണുമ്പോൾ നമുക്കത് വേണം ഇത് വേണം ഇതെടുക്കണം എന്നൊക്കെ ഞാൻ അനിയത്തി ഇങ്ങനെ നോക്കിക്കൊണ്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലത്തെ കപ്പൊക്കെ എടുക്കണമെന്ന് കുറേ ആയിട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു കപ്പ് എടുക്കണം. പക്ഷെ അന്ന് പോയ സമയത്ത് നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. എല്ലാം ജസ്റ്റ് നോക്കിന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വെച്ച് വീഡിയോ എടുത്തതാണ്. വീഡിയോ ഒക്കെ എടുത്തിട്ട് കുറച്ച് ദിവസമായി, പക്ഷേ ആ സമയത്തൊന്നും എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല. ഒരു വിരുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അസുഖങ്ങളായി 2-3 വീഡിയോ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അസുഖമായി പിന്നെ എഡിറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടായി. ശ്വാസം മുട്ടലും പനിയൊക്കെ വന്ന് പിന്നെ അതങ്ങനെ ലേറ്റായി കേട്ടോ. പാത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കല്ലെങ്കിൽ ഇതുപോലെ തോന്നാറുണ്ടോ? നിങ്ങൾ നോക്കാറുണ്ടോ ഇങ്ങനെ ഷോപ്പിലൊക്കെ പോയ സമയത്ത്? പിന്നെ അവരവിടെ നിന്ന് ബില്ലാക്കലും അതൊക്കെ അതിനെ പറ്റിയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അനിയത്തി ഭർത്താവ് ആ സമയത്ത് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ നടന്ന് നോക്കിയതാണ് ഇതൊക്കെ. ഇതുപോലത്തെ വീഡിയോ കാണാൻ ഇഷ്ടമില്ലവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. എനിക്ക് 1-2 സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇവിടെ നോക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് മിക്സി മേടിക്കണം, പിന്നെ ഇതാ ബീറ്റർ മേടിക്കണം. ഇത് എനിക്ക് എടുത്തില്ല കേട്ടോ, എൻ്റെ അടുത്ത് ബടക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രിഡ്ജും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പണി തന്നുകൊണ്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജും ഞാൻ താഴെയൊക്കെ പോയി, താഴെയാണ് കേട്ടോ ഫ്രിഡ്ജുള്ളത്, അവിടെയൊക്കെ പോയി നോക്കി. അങ്ങനെ ഞങ്ങൾ മേലിൽ നിന്നെല്ലാം നോക്കി താഴേക്ക് പോവാം കേട്ടോ. താഴെയാണ് കേട്ടോ ഫ്രിഡ്ജൊക്കെ ഉള്ളത്. ബില്ല് പേയ്മെൻറ്റൊക്കെ താഴെയാണ്. അപ്പം അതൊക്കെ റെഡിയാക്കി. അപ്പം അതിനിടയ്ക്ക് ഞാൻ ഫ്രിഡ്ജും കൂടി നോക്കി കേട്ടോ. ഫ്രിഡ്ജ് നോക്കിയപ്പം വലിയ ഫ്രിഡ്ജാണ് കേട്ടോ. മേടിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഫ്രിഡ്ജ് മേടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അതൊക്കെ നോക്കിയത്. അങ്ങനെ നമുക്ക് അടുത്തായി എത്തിയപ്പോൾ നമുക്ക് കുടിക്കാനൊക്കെ വെള്ളമൊക്കെ തന്നു. പിന്നെ ഞങ്ങൾ ഫ്രിഡ്ജ് നോക്കാൻ പോയിട്ടോ. ഫ്രിഡ്ജിന് പിന്നെ എന്താ പറയുക, 2 ഡോറുള്ള ഫ്രിഡ്ജാണ്, ഡബിൾ ഡോറ്. ഇതുപോലത്തെ ഡോറ് കേട്ടോ, നമ്മൾ അൽമറയൊക്കെ തുറക്കുന്ന പോലത്തെ ഡോറ്. ഒരു സൈഡ് ഫീസർ, ഒരു സൈഡ് ഫ്രിഡ്ജ്, അങ്ങനെ ആയിട്ടാണ് കേട്ടോ. പക്ഷേ റേറ്റൊക്കെ വരുന്നത് 50-ൽ കൂടുതലാണ്. അതിൽ കുറഞ്ഞിട്ടൊന്നുമില്ല. കുറഞ്ഞതുണ്ടൊന്ന്, പക്ഷെ അതത്ര വലിയ നല്ലില്ല കേട്ടോ. അപ്പോൾ മാഷാ അല്ലാഹ് പൈസയൊക്കെ ആകുമ്പോൾ മേടിക്കാമെന്ന് വിചാരിച്ചു. മറ്റേതെങ്കിലും കമ്പനി ചെയ്താൽ മതി. ഫ്രീസർ നമുക്ക് ക്വാളിറ്റി അതായത് അതാണ് വെജിറ്റബിൾ 3 സ്റ്റാർ വരുന്നത്. സ്റ്റാർട്ടിങ് പറയുന്നത് അവിടെ
സെറ്റിലൊക്കെ ചെയ്തു. പിന്നെ അവർ വീട്ടിലേക്ക് പിറ്റേന്ന് കൊണ്ടുവരുന്നു പറഞ്ഞു കേട്ടോ. പിന്നെ പുറത്തിറങ്ങിയപ്പോൾ ഇത്താത്തയാളി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇത്താത്തയാളൊക്കെ വേറെ പോകാനുണ്ടായിരുന്നു, അവർ പോയി. നമ്മൾ വീട്ടിലേക്കും വന്നു കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും അസ്സലാമു അലൈക്കും.